ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിബീഷ വ്ളോഗ്സ്. ഞാനിന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു തനി നാടൻ രുചിക്കൂട്ടാണ് കേട്ടോ. അതെന്താണെന്നല്ലേ, നമ്മുടെ കേരളത്തിൽ അത് ഫെമിലിയർ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷേ തമിഴ്നാട്ടിൽ ഇത് മുഖ്യമാണ് ബെയിലെ. അതെ, തക്കാളി ഉപയോഗിച്ച് നമ്മൾ തക്കാളിത്തൊക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. തമിഴ്നാട് സ്റ്റൈലാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. ഇതിൽ എൻ്റെ സ്റ്റൈലും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും ലാഗടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് അങ്ങ് വെളിച്ചെണ്ണ ചൂടാൻ വയ്ക്കുക. അതിനുശേഷം നമുക്ക് കടുക് താളിക്കാം കേട്ടോ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ ജീരകവും ചേർക്കുന്നുണ്ട്, പെരുംജീരകവും ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിനുശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുനാന്നരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നേരിയ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനോടൊപ്പം പച്ചമുളകും വേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് പകുതി വഴണ്ട് വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് 1.5 തക്കാളി ആട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് 2 പേർക്ക് ആവശ്യമായ തക്കാളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളിതിൽ സവാള ചേർക്കുന്നതിന് പകരം കുഞ്ഞുള്ളി, ചെറിയുള്ളി നമുക്ക് ചേർക്കാവുന്നതാണ്. ചെറിയുള്ളി ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ സവാളയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലിപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കേണ്ടതില്ല കേട്ടോ. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കാം കേട്ടോ. വാളംപുളി ആട്ടോ ഞാൻ പിഴിഞ്ഞൊഴിക്കുന്നത്. വാളംപുളി വെള്ളം ഒഴിച്ച ശേഷം ആ പുളി ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിലെന്തെങ്കിലും പുളിയുടെ അംശം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോരട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ അത് പിഴിഞ്ഞൊഴിക്കുന്നത്. ഇനി ഈ പുളിവെള്ളത്തിൽ കിടന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ട് വെന്ത് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. വെന്തുടഞ്ഞ് വരുന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തക്കാളി നമുക്ക് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം കേട്ടോ. ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ. തക്കാളി എന്തെങ്കിലും പിന്നെ വേവാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലുകൊണ്ടൊന്ന് കുത്തി ഉടച്ച് കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ മിക്സിയിലിട്ട് അരയ്ക്കാവുന്നതാണ്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, എനിക്കിങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ലേശം മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം തക്കാളിത്തൊക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഉലുവപ്പൊടിയും ചേർക്കുന്നുണ്ട്, കുറച്ച് കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ഉലുവ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വെളിച്ചുള്ളിയിൽ കടുകിൻ്റെ കൂടെ പൊട്ടിക്കാഞ്ഞത് കേട്ടോ. ഉലുവപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവയ്ക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിത്തൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയില കൂടി ഉണ്ടെങ്കിൽ ഉഗ്രനായി. അപ്പോൾ നമുക്ക് ദോശയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പമൊക്കെ ഇത് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പിന്നീട് കാണാം.